Take some free time. Let's react to some videos. Welcome to TF Reacts. സാധാരണ ആൾക്കാർ എന്താ പറയുന്നത്, ഒരു ഫ്ലോ ആയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒന്ന് റീച്ചൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഫ്ലോയിൽ ഇങ്ങനെ പോവും. ഞാൻ നേരെ തിരിച്ചാ. എനിക്ക് റീച്ച് ആയി കഴിഞ്ഞ് ഞാൻ ഒരു 10 ദിവസത്തേക്ക് ഞാനിങ്ങനെ ഇല്ലാണ്ടാവും. ലൈക്ക് കണ്ടൻസ്ഡ് ആയിരിക്കും. യാ ഒന്ന് ബട്ട് ഗൈസ്, ഈ പറഞ്ഞൊക്കെ എനിക്ക് ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യും, ക്യാമറ നോക്കുമ്പോഴേക്കും പിന്നെ ലൈക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്ലേ ചെയ്യുമ്പോഴേക്കും എന്തോ ഒരു പ്രശ്നം, വെബ് ക്യാമിൻ്റെ പ്രശ്നമാണ്. ഞാനൊരു പുതിയ വെബ് ക്യാം എന്തായാലും ഓർഡർ ചെയ്യാൻ പോവുക, കാരണം ഇത് കുറേ ദിവസമായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല പരിപാടിയൊന്നും. പിന്നെ ബിസി ആയിരുന്നു. ബട്ട് യെസ്, നമുക്ക് വിത്തൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോയിലേക്ക് കിടക്കാം, വിച്ച് ഇസ് വിമൽ സ്റ്റിക്ക് അഥവാ സ്റ്റിക്ക്. സ്റ്റിക്കിൻ്റെ പുതിയ ട്രാക്കാണ് എങ്ങനെ തുടങ്ങും. അപ്പോൾ ഇത് കറുപ്പ് റെക്കോർഡ്സിൻ്റെ ഇതിലാണ്, ലൈക്ക് ലേബലിലാണ് ഇറക്കിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാസി. ആൻഡ് യെസ്, വിതൗട്ട് ഫർദർ അഡ്യൂ, കുറേ നാളായി നമുക്ക് റിയാക്ട് ചെയ്യാം ടു സ്റ്റിക്കിൻ്റെ എങ്ങനെ തുടങ്ങും മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം. ഇതൊരു ഹിപ്പ് ഹോപ്പ് സോങ് ആണ്, ലൈക്ക് റാപ്പാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദർ വിൽ ബി പോസിങ് എ ലോട്ട് ഫോർ റാപ്പ് സോങ്സ്. അല്ലാത്ത മെലഡിയൊക്കെ ആണെങ്കിൽ റാപ്പ് ലൈക്ക് പോസിങ് ഉണ്ടാവത്തില്ല, ബട്ട് യാ പോസിങ് ഉണ്ടാവും. സ്റ്റിക്ക് ദാസി എന്നാണോ? എങ്ങനെ തുടങ്ങും ഈ കഥയൊന്നും എനിക്കൊന്നും അറിയില്ല. എന്നെ എഴുതുവാൻ എൻ്റെ ഉള്ളിലുള്ള കവിക്കുന്നവരെ കഴിഞ്ഞില്ല. രണ്ട് പുറം പോലെ തികയില്ല എങ്കിൽ എത്ര പുറത്തില് കവിയില്ല. എന്നെ എഴുതി ഞാൻ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം എഴുതാൻ. പക്ഷെ ഞാൻ എങ്ങനെ തുടങ്ങും ഈ കഥയൊന്നും എനിക്കൊന്നും അറിയില്ല. എന്നെ എഴുതുവാൻ എൻ്റെ ഉള്ളിലുള്ള കവിക്കുന്നവരെ കഴിഞ്ഞു. ഓ മൈ ഗോഡ്, എങ്ങനെ തുടങ്ങും, എങ്ങനെ ഈ കവിത എഴുതും എനിക്കറിയത്തില്ല. എന്നെ പറ്റി എഴുതാൻ എൻ്റെ ഉള്ളിലെ കവിക്ക് പോലും കഴിയുന്നില്ല. ദാറ്റ് ഇസ് സീറ്റിംഗ് ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് എന്താ പറയുന്നത് അൺസർട്ടനിറ്റി, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമുക്ക് പോലും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ. ഈസ് ടോക്കിംഗ് അബൌട്ട് ലൈഫ്. ഓക്കെ, ഇത് സ്റ്റിക്ക് കറുപ്പ് റെക്കോർഡ്സിൽ വന്ന സ്റ്റിക്കും കറുപ്പ് റെക്കോർഡ്സിന് മുമ്പ് ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. മുമ്പത്തെ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ലൈക്ക് അറിയാലോ, മറ്റേ കൈപ്പുഴ ടു ബലവാടി, പിന്നെ പ്രഥമൻ, അങ്ങനെയുള്ള കുറേ ട്രാക്ക്. പിന്നെ യെസ്, റബ്ബർ പാൽ ആരും മറക്കത്തില്ല. അത് ബാർ ആഫ്റ്റർ ബാർ, വേർഡ് പ്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. കറുപ്പ് റെക്കോർഡ്സ് വന്നപ്പോഴേക്കും കറുപ്പ് റെക്കോർഡ്സിൻ്റെ അണ്ടറിലുള്ള ട്രാക്കുകൾ കൂടുതൽ എനിക്കൊന്ന് കോൺഷ്യസ് റാപ്പാണ്. ലൈക്ക് നമ്മുടെ ഇന്നർ സെൽഫിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ലൈഫിനെ പറ്റിയുള്ള കാര്യങ്ങൾ, സ്റ്റോറീസ്, ആ ഒരു കോൺഷ്യസ് സെഗ്മെൻറ്റിലേക്കാണ് സ്റ്റിക്ക് പോയത്. ആൻഡ് ഇതും ഒരു കോൺഷ്യസ് കൈൻഡ് ഓഫ് ട്രാക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആണെന്ന് തോന്നുന്നു. രണ്ട് പുറം പോലെ തികയില്ല എങ്കിൽ എത്ര പുറത്തില് കവിയില്ല. എന്നെ എഴുതാൻ ഞാൻ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം എഴുതാൻ. പക്ഷെ ഞാൻ എങ്ങനെ തുടങ്ങും? ആരൻ വരികളെ കേൾക്കുവാൻ ഒരുങ്ങും. ഞാനൊരു പൂമല കെട്ടിയ കൂരങ്ങ് തേടി നടന്നത് വിഴുങ്ങൻ കിഴങ്ങും. പേടികുള്ളിൽ പറഞ്ഞാനെങ്ങനെ ഉറങ്ങും. നേടിയില്ല ഒന്നും എങ്ങനെ മയങ്ങും. എല്ലാം മുഴങ്കാലും മടങ്ങും. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധി കുലുങ്ങും. സദായി താളുകൾ കീറുമുള്ളൊഴുക്കിൻ പത. നാളുകളേറിയ നോവുകൾ നേറി മനം അത് വിങ്ങി ഞാൻ പാടുന്ന ഈത. മണ്ണിൽ പെരുമഴ ദിനം ജൂൺ 22. ഞാൻ മണ്ണിലെ ജനനം വിളിച്ചെന്റെ പേര് വിമൽ. തുടങ്ങി അന്നെന്റെ രണം. ഇല്ലായിരുന്നെന്റെ വീട്ടില് ധനം, പുകഞ്ഞില്ലായിരുന്നെ വീട്ടില് കലം, ഒന്നുമില്ലായ്മ. ഓക്കെ, പുള്ളിയുടെ ബയോഡേറ്റ പറയാം. എൻ്റെ പേര് വിമൽ, ഞാൻ ജനിച്ചത് ജൂണിലാണ്, മഴക്കാലമാണ് ജൂണിലെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഓക്കെ, ലൈഫ് സ്റ്റോറിയാണ്. പെരുമഴ ദിനം ജൂൺ 22. ഞാൻ മണ്ണിലെ ജനനം വിളിച്ചെന്റെ പേര് വിമൽ. തുടങ്ങി അന്നെന്റെ രണം. ഇല്ലായിരുന്നെന്റെ വീട്ടില് ധനം, പുകഞ്ഞില്ലായിരുന്നെ വീട്ടില് കലം, ഒന്നുമില്ലായ്മയിൽ പുല്ലുപോലെ നോക്കിയ പനമ അവർ തന്നെ ബലം. പണ്ട് തൊട്ടേ എന്റെ യാഗസമ്പാദ്യം കുറെ കൂട്ടുകാര്. പുത്തൻ ഉടുപ്പുകൾ, പുത്തൻ ചെരുപ്പുകൾ, എന്റെ കൂട്ടത്തിൽ എത്ര പേര്, അവർക്കെന്ത് ശരി. ഒന്നും ചോദിച്ചതുമില്ല, വാശി പിടിച്ചില്ല, എല്ലാം കണ്ട്
കണ്ണു മഞ്ഞളിച്ചുമില്ല കുഴിച്ചു ഞാൻ മൂടിയ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ കാരണം എനിക്കറിയാം എൻ വീട്ടിലെ അവസ്ഥ ഇന്ന് കഴിച്ചെങ്കിൽ നാളെ കാണുകില്ല കണ്ണു തുറക്കുമ്പോൾ മുറ്റം കടക്കാരാൽ നിറഞ്ഞു വരുമാനം അത് തികയുന്നില്ല ഇന്നേ വരെ അമ്മ ചിരിച്ചതില്ല കരഞ്ഞതിന് കൈയും കണക്കുമില്ല എന്ത് നടന്നാലും എത്ര കരഞ്ഞാലും ദൈവത്തിനെ തള്ളി പറഞ്ഞയില്ല ഞാൻ പറഞ്ഞയില്ല നോവുകൾ അലഞ്ഞു വലഞ്ഞാലും തള്ളി പറഞ്ഞയില്ല ഞാൻ പറഞ്ഞയില്ല ഉള്ളുനെറിഞ്ഞനെ വിളി വോ ദിസ് ഇസ് ഡാർക്ക്. ലൈക്ക് ഓരോ വരി കയറുന്നു ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുക. ഈ സെയിങ് ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചെങ്കിൽ നാളെ എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകത്തില്ല. ആൻഡ് പുള്ളിയുടെ അമ്മ ചിരിക്കുന്ന അധികം കണ്ടിട്ടില്ല. പക്ഷെ അമ്മയുടെ കണ്ണീര് കണ്ടതിന് കയ്യും കണക്കുമില്ല. ഓഫ്. എന്നിട്ടും ഇത്രയൊക്കെ ഗോ ത്രൂ ചെയ്തിട്ടും പുള്ളി ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ടേ ഇല്ല. ഹീ സ്റ്റിൽ കെപ്റ്റ് ഹോപ്പ് ടു ഗോഡ്. പ്പോൾ തള്ളിക്കളഞ്ഞയില്ല ഞാൻ എന്നെ തന്നെ മറന്നിന്നിപ്പം ആരാമൻ ശ്രമം ആരുമില്ലാത്തവൻ പാടികൾ നേരുകളാവുന്നു ഭ്രമം ഞാൻ പാടിയതെല്ലാം എനിക്കുള്ളിൽ താമം ജീവിതം എന്ന ചെടിയതിൻ സുമ ഞാൻ വീണതി രാവിലെ തൂകുന്ന ഹീമം രാവത് തീരുമ്പോളായി ഞാൻ ജലം ഈ ജീവിതം വെറും പുല്ലിനോട് സമം സത്യം I shouldn't be laughing, but എങ്ങനെ തുടങ്ങും ഈ കഥയൊന്നും എനിക്കൊന്നും അറിയില്ല എന്നെ എഴുതുവാൻ എൻ്റെ ഉള്ളിലുള്ള കവിക്കുന്നവരെ രണ്ട് പുറം പോര തികയില്ല എങ്കിൽ എത്ര പുറത്തിൽ കവിയില്ല എന്നെ എഴുതി ഞാൻ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം എഴുതാൻ പക്ഷെ ഞാൻ എങ്ങനെ തുടങ്ങും ഈ കഥയൊന്നും എനിക്കൊന്നും അറിയില്ല എന്നെ എഴുതുവാൻ എൻ്റെ ഉള്ളിലുള്ള കവിക്കുന്നവരെ കഴിഞ്ഞില്ല രണ്ട് പുറം പോര തികയില്ല എങ്കിൽ എത്ര പുറത്തിൽ കവിയില്ല എന്നെ എഴുതാൻ ഞാൻ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം എഴുതാൻ പക്ഷെ ഞാൻ എങ്ങനെ തുടങ്ങും മനം പേരുവള്ള പാച്ചിലെ കാലങ്ങും ചിന്തിച്ച് കാട് കയറി ഉള്ളിലാകെ വിധി അതുവഴി ഞാൻ എങ്ങനെ എഴുതും ഞാനൊരു കവി എന്നാരായും ചലിക്കാതിരുന്നാൽ ആരൻ്റെ ഉള്ളത്തെ അറിയും വെറുതെ ഓർത്തു ഞാൻ ഇന്നൊരു കവിതയെങ്കിലും ആരുടെ ഉള്ളത്തിൽ താറയും ഞാനൊരു സൈനികനെങ്കിൽ സമാധാനത്തോടെ ഞാൻ എങ്ങനെ കിടന്നു കൂറുകും ഞാനൊരു നാവികനെങ്കിൽ കാറ്റുകോളും കടക്കാതെങ്ങനെ കരഞ്ഞാണയി ഞാനൊരു താരകമെങ്കിൽ ഇരുൾ വലമെങ്കിലും തിളങ്ങാതെങ്ങനെ ഏരിക്കും ഞാനൊരു മരുതനെങ്കിൽ മരം മുടി കിഴക്കൽ തഴുകാതെങ്ങനെ ഒഴുകും ഓക്കേ എനിക്ക് ആ വരി ഒന്നുകൂടെ കേൾക്കണം. എനിക്കൊന്നും കൂടെ കേൾക്കണം. എന്നെ എഴുതാൻ ഞാൻ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം എഴുതാൻ പക്ഷെ ഞാൻ എങ്ങനെ തുടങ്ങും മനം പേരുവള്ള പാച്ചിലെ കാലങ്ങും ചിന്തിച്ച് കാട് കയറി ഉള്ളിലാകെ വിധി അതുവഴി ഞാൻ എങ്ങനെ എഴുതും ഞാനൊരു കവി എന്നാരായും ചലിക്കാതിരുന്നാൽ ആരൻ്റെ ഉള്ളത്തെ അറിയും വെറുതെ ഓർത്തു ഞാൻ ഇന്നൊരു കവിതയെങ്കിലും ആരുടെ ഉള്ളത്തിൽ താറയും ഞാനൊരു സൈനികനെങ്കിൽ സമാധാനത്തോടെ ഞാൻ എങ്ങനെ കിടന്നു കൂറുകും ഞാനൊരു നാവികനെങ്കിൽ കാറ്റുകോളും കടക്കാതെങ്ങനെ കരഞ്ഞാണയി ഞാനൊരു താരകമെങ്കിൽ ഇരുൾ വലമെങ്കിലും തിളങ്ങാതെങ്ങനെ ഏരിക്കും ഞാനൊരു മരുതനെങ്കിൽ മരം മുടി കിഴക്കൽ തഴുകാതെങ്ങനെ ഒഴുകും വാവ്, ഹീസ് റൈറ്റ്. മനസ്സും ഇതെല്ലാം ഇങ്ങനെ ചിന്തകളും കൊണ്ട് കറങ്ങി കുറുങ്ങി തകർന്ന നേരമൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. ബട്ട് ഞാനൊരു കവിയാണ്, എനിക്ക് ഇതിനെ പറ്റി എഴുതാൻ പറ്റില്ല. ഐ നീഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ, ഐ നീഡ് ടു കണക്ട് വിത്ത് പീപ്പിൾ. ബാക്കിയുള്ളവർക്ക് ഒരു അവർക്ക് കൂട്ടിൻ്റെ ആളുണ്ടെന്ന് എനിക്ക് കവിതയിലൂടെ പറയണം. ആൻഡ് ഹീ ഈസ് സെയിങ് ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഇത്. ഞാനൊരു സൈനികനാണെങ്കിൽ ഞാൻ ഉറക്കം ഒഴിക്കാതെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കേണ്ട അതിന് കഴിയില്ല സൈനികന്. താരകമാണെങ്കിൽ മിന്നാതിരിക്കാൻ കഴിയില്ല. ദാറ്റ് ഷോ മസ്റ്റ് ഗോ ഓൺ. ഓക്കെ. കൂടുമ്പോൾ ഇലയുമ്പം എന്റെ കുടുംബം 4 നേരം വീട്ടിൽ തിന്നാനില്ല പക്ഷെ 6 നേരം തമ്മിൽ കുഴപ്പം കണ്ണുനീരാൽ ഇന്ന് ഉറക്കം കണ്ണുനീരാൽ തന്നെ മയക്കം പക്ഷെ ഞാൻ എങ്ങനെ ഉറങ്ങും 4 ചുവരതും പൊട്ടിച്ചിതെറിയൻ വീട്ടില് കലയടിച്ചെന്ന് എന്ത് മുഴക്കം എന്റെ ദുരിതം നാട്ടുകാർക്ക് അതൊരു ഫലിതം ആരുടെ അമ്മയ്ക്ക് പ്രാന്തന്ന് കേൾക്കുമ്പോൾ ചിരിക്കാൻ എല്ലാവർക്കും എളുപ്പം ചെവി മൂടി എന്നെ ചെറുപ്പം അപ്പോൾ ഗ്ലാസ്സിൽ അടിഞ്ഞൊരു കട്ടൻ കാപ്പി പോലെ കടുപ്പം എല്ലാവർക്കും വീട് ഒരു പോലെ അല്ലെങ്കിൽ മണ്ണ് ഞാൻ പറഞ്ഞു എന്റെ സ്വർഗത്തുല്യ നരകം ഇനി എന്തിനു ഭയം മുന്നോട്ട് അല്ലെങ്കിൽ എങ്ങോട്ട് സ്വയം ചിന്തിക്കുക അമ്മയ്ക്ക് കൂടുന്നു പ്രായം അപ്പന്റെ വിയോഗം അപ്രതീക്ഷിത കാര്യം അത്ര മേലുള്ളിൽ ഭാരം ചായാനില്ല ഒരു തോളും താങ്ങാനില്ല ഒരു തൂണും നിനക്ക് നീ തന്നെ തൂണ നിന്റെ തലകിണ നിന്റെ കരം അത് താങ്ങും തലകിലെ അത്ര കാനം മനം എന്നെ പറഞ്ഞിനിക്കില്ല ഭയം ഒന്നും കൂടെ പറയില്ല എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനം ഇന്ന് എന്റെ കഥയിൽ നിന്നെ കാണും ആമേൻ. ഐ നോ ദാസിയെ ഞാൻ അധികം മെൻഷൻ ചെയ്യുന്നില്ല, ബട്ട് ദ പ്രൊഡക്ഷൻ ഓൺ ദിസ് സോങ് ഇസ് ഇൻസെയിൻ. പ്രൊഡക്ഷനേക്കാൾ ഉപരി ലൈക്ക് അത് എവിടെയൊക്കെ ആ ഒരു വയലിൻ്റെ ഇത് വരണം, എവിടെ ബീറ്റ് മാത്രം വരണം, ആ ഒരു ഇമോഷനെ പുള്ളി ആ ഒരു ഇമോഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഒരു മ്യൂസിക് കമ്പോസിങ് അറേഞ്ച്മെൻറ്റ് എന്തിലാണെങ്കിലും.
ആൻഡ് ദാസി ആൻഡ് സ്റ്റിക്ക്. ഓ, കഴിഞ്ഞോ? ശശികുമാർ. എങ്ങനെ തുടങ്ങും ഈ കഥയൊന്നും എനിക്കൊന്നും അറിയില്ല. എന്നെ എഴുതുവാൻ എൻ്റെ ഉള്ളിലുള്ള കവിക്കുന്നേ വരെ കഴിഞ്ഞില്ല. രണ്ട് പുറം പോലെ തികയില്ല എങ്കിൽ എത്ര പുറത്തിലെ കവിയില്ല. എന്നെ എഴുതാൻ ഞാൻ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം എഴുതാൻ. പക്ഷെ ഞാൻ എങ്ങനെ തുടങ്ങും ഈ കഥയൊന്നും എനിക്കൊന്നും അറിയില്ല. എന്നെ എഴുതുവാൻ എൻ്റെ ഉള്ളിലുള്ള കവിക്കുന്നേ വരെ രണ്ട് പുറം പോലെ തികയില്ല എങ്കിൽ എത്ര പുറത്തിലെ കവിയില്ല. എന്നെ എഴുതാൻ ഞാൻ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം എഴുതാൻ. പക്ഷെ ഞാൻ സോ ദിസ് ഇസ്, എനിക്ക് കോൺഷ്യസ് റാപ്പ് എന്ന് പറയുന്നത് എനിക്കൊരു പ്രത്യേക ഒരു വീക്ക്നെസ് ഉള്ള ഒരു പരിപാടിയാണ്. ബിക്കോസ് എനിക്ക് റാപ്പ് ഓക്കെ, ഓഫ് കോഴ്സ് എമിനം. അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ റാപ്പിലേക്ക് ഇൻസ്പയർ ചെയ്തത് NF എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. ഹീസ് ലൈക്ക് കോൺഷ്യസ് റാപ്പിൻ്റെ ഒരു അഗ്രഗണ്യനാണ് പുള്ളി. ആൻഡ് യെസ്, അത് മലയാളത്തിൽ നമ്മളിങ്ങനെ കാണുമ്പോഴേക്ക് സ്റ്റിക്ക് പോലത്തെ ആർട്ടിസ്റ്റുകൾ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ ദിസ് ഇസ് ആൻ അമേസിങ് സോങ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി അടുത്ത ട്രാക്കുകളും റിയാക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അടുത്തൊരു റിയാക്ഷനായിട്ട് വരുന്നവരെല്ലാം ടേക്ക് കെയർ ആൻഡ് സീ യു സൂൺ.